നാളെ ആർട്സ് ഡേക്ക് പ്രോഗ്രാം ഉള്ളവരെല്ലാം ഇന്ന് എന്നെ ചെയ്ത് കാണിച്ചിട്ട് പോയാൽ മതി. ആ അനന്തുവിന്റെ ഡാൻസ് ആയിക്കോട്ടെ ആദ്യം. അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി. നീ ഇത് കളിക്കണ്ട കേട്ടോ. എന്താ സാർ, കൂടുതൽ നന്നായി പോയോ? അല്ല, നിന്റെ മിമിക്രി ഇല്ലേ, നീ അത് കാണിക്കും. ഇല്ല സാർ, ഞാൻ അത് കാണിക്കത്തില്ല. കാണിച്ചാൽ അതിന്റെ സർപ്രൈസ് പോകും. ഓ എന്നാ മാളും അടുത്ത് കാണിക്ക്. അപ്പൊ ഒപ്പനയ്ക്കുള്ളവർ പെട്ടെന്ന് റെഡിയാവും, ഉടനെ വിളിക്കും. ഓക്കെ സാർ. അയ്യ, നീ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്? നിനക്ക് എന്റെ ഫൗണ്ടേഷൻ യൂസ് ചെയ്തൂടെ? ഇതിൽ നല്ലത് എന്റെ, ഞാൻ കാണിച്ചു തരാം. ഇന്ന് ഞാൻ നോർമൽ മേക്കപ്പ് പ്രോഡക്ട്സിന്റെയും ഫേസസ് കാനഡ മേക്കപ്പ് പ്രോഡക്ട്സിന്റെയും ഡിഫറൻസ് കാണിച്ചു തരാം. ഞാൻ റൈറ്റ് സൈഡിലെ നോർമൽ ബ്രാൻഡിന്റെ മോയ്സ്ചറൈസറും ഫൗണ്ടേഷനും അപ്ലൈ ചെയ്തു. നോർമൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ മേക്കപ്പ് കേക്കി ആയും പാച്ചി ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ സൈഡിലെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫേസസ് കാനഡയുടെ സ്റ്റോപ്പ് ക്രീമാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഇത് ഈസി ആയിട്ട് സ്കിന്നിൽ ബ്ലെൻഡ് ആയി. ഇത് നമുക്ക് ഇൻസ്റ്റന്റ് ഗ്ലോ തരും. പിന്നെ ഓൾ ഡേ ഹൈഡ്രേഷനും സൂപ്പർ കംഫിയുമാണ്. ഇതിൽ ഷിയ ബട്ടറും ഹൈറലോണിക് ആസിഡും ഉണ്ട്. അടുത്തതായി ഫേസസ് കാനഡയുടെ സ്റ്റോപ്പ് ക്രീമും ഫൗണ്ടേഷനും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഫൗണ്ടേഷൻ SPF 30 പിന്നെ മോയ്സ്ചറൈസറും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫേസിന് ബിൽഡബിൾ കവറേജ് തരും. പിന്നെ സൂപ്പർ കംഫിയുമാണ്. 24 hours ഹൈഡ്രേഷനും ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ മേക്കപ്പ് നോർമൽ മേക്കപ്പ് തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പൊ ഞാൻ എന്റെ ഫേസ് ഫുള്ള് ഫേസസ് കാനഡയുടെ മേക്കപ്പ് അപ്ലൈ ചെയ്തു. ഇതിന്റെ കൂടെ ഞാൻ ഫേസസ് കാനഡയുടെ കംഫി മാറ്റെ വാവ് ലിക്വിഡ് ലിപ്സ്റ്റിക് കൂടെ അപ്ലൈ ചെയ്യുവാണ്. ഇത് സൂപ്പർ കംഫിയും ട്രാൻസ്ഫർ പ്രൂഫുമാണ്. ഇത് ബ്ലഷ് ആയിട്ടും ഐഷാഡോ ആയിട്ടും യൂസ് ചെയ്യാം. അവസാനമായിട്ട് ഞാൻ സ്റ്റോപ്പ് ക്രീം ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാണ്. ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. ഈ പ്രോഡക്ട്സ് ഫ്ലിപ്കാർട്ട്, ആമസോൺ, നൈക്ക, പർപ്പിൾ അവൈലബിൾ ആണ്. പ്രോഡക്റ്റ് മേളിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. മിമിക്രി മത്സരം ടെസ്റ്റ് നമ്പർ 2 ഓൺ ദ സ്റ്റേജ്. ആദ്യമായി ഉറുമ്പിന്റെ ശബ്ദം, അടുത്തതായി കയ്യടി ശബ്ദം, ഇതാണ് അവന്റെ മിമിക്രി. അവസാനമായി നിശബ്ദത. ഇതായിരുന്നു അവന്റെ സർപ്രൈസ്.